നമസ്കാരം. ഇന്ന് ലോകത്തിൽ ഭൂരിപക്ഷം പേരും കിട്ടാത്തതിനെ ഓർത്ത് പിറുപിറുക്കുന്നവരും തങ്ങളെക്കാൾ ഉയർന്നവരെ നോക്കി അവരുടെ ജീവിതം പോലെ ആകാൻ സാധിക്കാത്തതിൽ വിഷമിക്കുന്നവരുമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ജനം വെറും 40 ദിവസം കൊണ്ട് എത്തിച്ചേരേണ്ട കാനാൻ ദേശത്ത് 40 വത്സരം എടുത്തു. കാരണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. എപ്പോഴും പരാതി പറച്ചിലും പിറുപിറുക്കലുമായിരുന്നു. ഇങ്ങനെയുള്ള കുടുംബവും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് കഴിയണേ. എത്രയോ പേർ കണ്ണിന് കാഴ്ചയില്ല, സംസാരിക്കാൻ കഴിയില്ല, നല്ല ഭക്ഷണമില്ല, നല്ല ആരോഗ്യമില്ലാതെ വിഷമിക്കുന്നു. നമുക്കിതെല്ലാം തന്നിട്ടുണ്ട്. ഇവയെ ഓർത്ത് ഹൃദയം തുറന്ന് നന്ദി പറയാൻ കഴിയണം. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിനും ഈ നിലയിലെത്താനും എന്നെ സഹായിച്ച എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ നന്ദിയുള്ളവനായിരിക്കുക. നിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും നിന്നോടുകൂടി നടക്കുന്ന നിൻ്റെ ദൈവത്തെ നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ച് നിന്റെ പാപത്തിന് പ്രായച്ചിത്തം ചെയ്ത നിന്റെ ദൈവത്തിന് പകരം നീ എന്ത് കൊടുക്കും? ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പിന്നെ നീ എന്താണ് ബലിയായി അവിടത്തേക്ക് നൽകുക? നിന്റെ നന്ദി നിറഞ്ഞ ഹൃദയമാണ് അവിടത്തേക്ക് വേണ്ടത്. അവിടുത്തെ മുമ്പിൽ നന്ദിയോടെ വ്യാപരിക്കൂ. കിട്ടാത്തതിനെ ഓർത്ത് വിഷമിക്കാതിരിക്കൂ. തക്ക സമയത്ത് നിനക്ക് വേണ്ടെന്ന് അവൻ എത്തിച്ചു തരും എന്ന് വിശ്വസിക്കുക. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ആമേൻ.